ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞുപോയ ജീവിതയാത്രയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി, സ്വയം അടിച്ചു വൃത്തിയാക്കി, ഈശോയുടെ തിരുരക്തത്താൽ കഴുകി ജീവിതത്തെ സുഗന്ധപൂരിതമാക്കുവാനുള്ള ധന്യദിനമാണല്ലോ നോമ്പുകാലം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു 10ഓളം കുടുംബങ്ങളെ പരിചയപ്പെടുവാനായി പരിശ്രമിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്, അതിൽ ഒരു 4ഓളം കുടുംബങ്ങളിൽ പ്രായമായ മാതാപിതാക്കളെ സന്തോഷത്തോടെ ശുശ്രൂഷിക്കുന്ന, പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ഒരുമിച്ചും പ്രാർത്ഥിക്കുന്ന കുടുംബ ബന്ധങ്ങളെയാണ്. എന്നാൽ ഒരു 6ഓളം കുടുംബങ്ങളുടെ അവസ്ഥ അതിലും വളരെ വ്യത്യസ്തമായി തോന്നി. ഭാര്യയുടെ സ്നേഹത്തിൽ സംതൃപ്തനല്ലാത്ത ഭർത്താവ്, ഭർത്താവിൻ്റെ സ്നേഹത്തിൽ സംതൃപ്തിയില്ലാത്ത ഭാര്യ, പ്രണയബന്ധങ്ങളിലും ബ്രേക്കപ്പിലുമൊക്കെയായി നിരാശയിലും നല്ല രീതിയിൽ പഠനം പൂർത്തിയാക്കുവാൻ കഴിയാത്തതുമായ ഓൺലൈൻ യുവതലമുറ, മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാകുവാൻ കഴിയാത്ത എൻ്റെ പിടിവാശിയുടെ, നിയന്ത്രിക്കുവാൻ കഴിയാത്ത എൻ്റെ കലഹ സ്വഭാവത്തിൻ്റെ, വിശുദ്ധിയില്ലാത്ത എൻ്റെ ജീവിതശൈലിയുടെ ഒക്കെ അനന്തരഫലങ്ങളല്ലേ നാം ഇന്നീ കാണുന്ന ശിഥിലമായ കുടുംബ ബന്ധങ്ങളും വ്യക്തി ജീവിതങ്ങളുമെല്ലാം. അതിനാൽ ക്രൂശിതനായ ഈശോയുടെ മുൻപിൽ അല്പസമയം നമുക്കൊന്ന് ശാന്തരാകാം. അവനെ നോക്കി ഒരു 10 മിനിറ്റ് സമയം നമുക്ക് ധ്യാനലീനരായി ഇരിക്കാം. അവൻ്റെ തിരുമുഖത്തിൽ നിന്നും എന്നെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുത്തെ തിരുവിലാവിൻ്റെ ചൂടിനാൽ എൻ്റെ തിരുമുറിവുകൾ ഉണക്കിത്തരണമേ എന്ന് ഈശോയുടെ സന്നിധിയിൽ ശാന്തമായിരുന്നു നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ മനസ്സിനെ നവീകരിച്ച് പരസ്പരം മനസ്സിലാക്കി മറ്റുള്ളവരുടെ മുറിവുകൾ ഉണക്കുന്ന നിർമ്മലമായ ഹൃദയത്തിൻ്റെ ഉടമകളായി ഈ നോമ്പുകാലത്തിൽ നമുക്ക് മാറാം. ക്രൂശിതനായ ഈശോയെ, അതിനായി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.